എൻ്റെ പേര് ബിന്ദു. ഞാൻ ചവറ തെക്കുംഭാഗം ഇടവകയിൽ നിന്ന് വരുവാണ്. എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മോളിപ്പം കാനഡയിലാണ്. ഞാൻ വളരെ വിഷമത്തോടെയാണ്. ഒരു 4 കൊല്ലം മുമ്പ് ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് വീടില്ല, ഒന്നുമില്ലാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനോ ഒന്നുമല്ല ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്ന് ഇവിടുത്തെ ബോർഡിൽ എഴുതി വെച്ചേക്കുന്ന ഓരോ കാര്യങ്ങൾ വായിച്ചപ്പം ഞാൻ അവിടെ നിന്ന് വിറയ്ക്കുകയാണ് ചെയ്തത്. കാരണം ഉടമ്പടി 10 കൽപ്പന, ഈ 10 കൽപ്പന ഒരിക്കലും ഒരു മനുഷ്യ വ്യക്തിക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സിൽ ഈ 10 കൽപ്പന നമ്മൾ അനുദിനം ഓരോ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ 10 കൽപ്പന എങ്ങനെ നമ്മൾ ചെയ്യും? അങ്ങനെ ഒരു പേടിയാണ് എനിക്ക് ആദ്യമേ മനസ്സിൽ വന്നത്. ഞാൻ ഇവിടെ വന്നിരുന്ന് ഒരുപാട് കരഞ്ഞ്. എനിക്ക് വീടില്ല മാതാവേ. ഒരു ചേച്ചി എന്നെ ബസ്സിൽ വെച്ച് കണ്ട്. ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ്, മോളെ ഞാൻ കൃപാസനത്തിൽ പോവുക. ഞാൻ ആദ്യമേ ഒരു ഇത് പറയാം, എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയാം. പക്ഷേ എനിക്കെന്തോ ഇത് പറയാൻ ആ പ്രചോദനം കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ പറയുക. അപ്പം ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്ക് വീടില്ലായിരുന്നു മോളെ, ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എനിക്ക് വീട് കിട്ടിയത് എന്ന് പറഞ്ഞ്. ഞാൻ അങ്ങനെ എറണാകുളത്ത് പോകാൻ പോയി. ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് ഈ നടയിൽ മാതാവിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ട് പറഞ്ഞ, അമ്മേ എനിക്കൊന്നുമില്ല, എൻ്റെ മക്കൾ കുഞ്ഞുങ്ങളാ, എനിക്കൊന്നുമില്ല, എനിക്ക് വീട് വെക്കാൻ ഒരു ചുടുകട്ട വാങ്ങിക്കാൻ പോലും എനിക്ക് നിവർത്തിയില്ല അമ്മേ, എനിക്കൊരു കുഞ്ഞു ജോലിയാണ് ഉള്ളത്, എനിക്കെങ്ങനെ ആ വീട്, എനിക്കൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് കരഞ്ഞ്, ഞാൻ ഉടമ്പടിയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ ഇവിടെ കുറേ സാക്ഷിയൊക്കെ പറയുന്ന കേട്ട് ഞാൻ പോകുമ്പോഴെല്ലാം ഞാൻ ജപമാല പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഓരോരുത്തർ കൃപാസനത്തിലെ പത്രം കൊണ്ടുവരുമ്പോൾ ഞാനതൊന്നും തുറന്നു നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കറിയാം സാക്ഷി അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നും ഒക്കെ. നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് കിട്ടും, അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൃപാസന അമ്മയെടുത്ത് പ്രാർത്ഥിക്കും. ഞാൻ 2004 ആദ്യമായിട്ട് കൃപാസന അമ്മയെക്കുറിച്ച് കേൾക്കുന്നത്. അച്ഛൻ ഇപ്പം ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നില്ല. ഞാൻ അമ്മയുടെ കണ്ണിലോട്ട് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു ലിൻഡ എന്ന് പറയുന്ന മകളാണ് എനിക്ക് ആദ്യമായിട്ട് ജോസഫ് അച്ഛനെക്കുറിച്ച് പറയുന്നത്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ആ മോൾ കല്യാണം കഴിച്ചേക്കുന്ന ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. ഇന്ന് ആ മോൻ അമൃതയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്, കിഡ്നി പേഷ്യൻ്റാണ്. നിങ്ങളെല്ലാവരും ആ മോന് വേണ്ടിയിട്ട് നല്ലതായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പോയിട്ട് എനിക്ക് ഒരു നല്ല ഭവനം, എനിക്കറിയത്തില്ല അതെങ്ങനെ തന്നത്, എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ തന്നെയാണ് ആ ഭവനം. ഒരു രാജേഷ് മാർട്ടിൻ അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ വരികയും ഈ നോയമ്പ് മാസത്തെ ദശാംശം ഓരോ ഭവനം 1000 രൂപ വെച്ച് അങ്ങനെ 5 ലക്ഷം രൂപയോളം അച്ഛൻ കളക്ട് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരെ എല്ലാം വിളിച്ചു പറഞ്ഞു. അവരെല്ലാം നല്ല ക്യാഷ് ടീം, അവരെല്ലാവരും കൂടെ സഹായിച്ച് 10 ലക്ഷം രൂപയുടെ ഒരു വീട് എനിക്ക് പണിത് തന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ മോള് ഒരു 25 രൂപ പോലും എടുക്കാനില്ലാത്ത എനിക്ക്, ഞാൻ എന്നും ഈശോടുത്ത് പ്രാർത്ഥിക്കും, ഈശോ ഈ കൊച്ചെന്തോ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവൾക്ക് കാനഡയിൽ പോകണമെന്ന് പറയുന്നത്, ഞാൻ എന്ത് പറയും, എനിക്കൊരു കുഞ്ഞു ജോലിയാണ് ഉള്ളത്, ഞാനൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുക. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ഈശോടുത്ത്. ആരും അറിയത്തില്ല, എൻ്റെ മക്കളൊന്നും അറിയത്തില്ല, ഈശോയെ ഇത് നിനക്കിഷ്ടമല്ലെങ്കിൽ ഇത് തടസ്സമാക്കി കൊടുക്കണേ ഈശോ എന്ന്. എനിക്കറിയില്ല. 25 ലക്ഷം രൂപ അവൾക്ക് റെഡിയായി. അവൾ IELTS ആദ്യത്തെ പ്രാവശ്യം തന്നെ സ്കോർ വാങ്ങിച്ച് അവൾ കാനഡയല്ല. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ നോയമ്പിൻ്റെ സമയത്ത് മലയാറ്റൂർ പോയിട്ട് ഇതിലേ വരുമ്പം ഞാൻ എപ്പോഴും കൃപാസനത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഉടമ്പടിയെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട പോലുമില്ല. കാരണം എനിക്ക് പേടിയാണ്, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അത് പറ്റത്തില്ലല്ലോ എന്ന്. ഞാൻ ഇവിടെ ഇറങ്ങിയപ്പം മോളും ഞാനും കൂടെ കയറി വരാൻ പറയുമ്പോൾ മോൾ കയറി വന്നില്ല. മമ്മി ഞാൻ ടയർഡാ മമ്മി, എനിക്ക് പറ്റുന്നില്ല മമ്മി എന്ന് പറഞ്ഞ് അവൾ ആ വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇരുന്ന്. പക്ഷേ എനിക്ക് വേദനയായിരുന്നു. എൻ്റെ മോൾ ഇതിനകത്ത് കയറി വന്ന് പ്രാർത്ഥിക്കും. കാരണം അവൾക്ക് പോകാൻ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് അവൾ പോവുകയും ചെയ്തു. കഴിഞ്ഞ ഏപ്രിലിൽ 28-ാം തീയതി അവൾ കാനഡയ്ക്ക് പോയി അവിടെ പാർട്ട് ടൈം ജോലിയൊക്കെ മോഹിച്ചാണ് അവൾ പോയത്. കാരണം ഞങ്ങളുടെ വിഷമം, എനിക്കൊരു മൂത്ത മോനുണ്ട്, അവന് 23 വയസ്സായി ഇപ്പം. അപ്പോൾ അവനും പറഞ്ഞ്, മമ്മി അവൾ എഴുതിയപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കിട്ടി, എനിക്ക് കിട്ടത്തില്ല മമ്മി, അവൻ BTech പഠിക്കുക, എന്നിട്ടും അവന് ഹോപ്പില്ല. അപ്പോൾ അവൻ്റെ ആ ഒരു
വർത്തമാനം കേട്ടിട്ടാണ് ഞാൻ ഇതിനെല്ലാം ഒരുങ്ങിയത്. പക്ഷെ അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മേ മാതാവേ, ഇവക്ക് അവിടെ പോകാൻ ഇതില്ലെങ്കിൽ അമ്മ അതെല്ലാം തടസ്സമാക്കി തരണേന്ന്. പക്ഷെ എന്തുകൊണ്ടോ അതെല്ലാം അനുകൂലമായി. പക്ഷെ അവൾ അവിടെ പോയി ഒരുപാട് അവൾ കഷ്ടപ്പെട്ട് ഒരു നേരത്തെ പോലും ഭക്ഷണത്തിന് വകയില്ലാതെ. പക്ഷെ അവളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് മുട്ടിപ്പായി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പരിശുദ്ധ അമ്മയെടുത്ത് ജപമാല പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ആൻറ്റി ഈ ലാസ്റ്റ് 23 ഡിസംബർ ആയപ്പോഴത്തേക്ക് എൻ്റെ ഒരു കുഞ്ഞമ്മ ഒരു കാര്യമെന്ന് വെച്ചാൽ, എനിക്ക് കൊല്ലത്തുനിന്ന് വരാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത എല്ലാ ആഴ്ചയും വരണം, ടോക്ക് കേൾക്കണം, എനിക്ക് ക്ലിനിക്കിൽ നിന്ന് ലീവ് കിട്ടത്തില്ല. അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്തകൾ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞമ്മ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യ്, ഈ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക. അപ്പം ഞാൻ ബൈബിള് ആദ്യത്തെ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു. അപ്പം ഈ പുറപ്പാടെത്തിയപ്പം തന്നെ എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുക്കണം, കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം. അതാണ് എൻ്റെ മനസ്സിലെ ചിന്ത, പുറപ്പാട് തീരുന്നിടം വരെ. അപ്പം എനിക്ക് കിട്ടുന്ന ഒരു പ്രചോദനം ആ ബൈബിൾ വായനയിലൂടെയാണ്. കൃപാസന അതിനകത്ത് ഫുൾ ഉടമ്പടിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറ്റും, എൻ്റെ വിശുദ്ധ ജീവിതം നിലനിർത്താൻ എനിക്കത് പറ്റും, എനിക്കത് ചെയ്യണം. ആ ബൈബിൾ റീഡിങ് തീരുന്നിടം വരെയും എൻ്റെ മനസ്സിലാ ചിന്ത അതായിരുന്നു. പക്ഷേ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പം ഒരു മാതാവ് എന്നെ വിളിച്ച് പറയുന്ന പോലെ എനിക്ക് തോന്നിയ. അപ്പം എന്നോട് പറയുന്ന, മോളെ എനിക്കറിയാം നിൻ്റെ ഈ പൈസ ഇല്ലാഞ്ഞിട്ടാന്ന്, നീ പോകണം, അതിനുള്ള പൈസ ഞാൻ തരാം. അന്നേരം ഞാൻ പറഞ്ഞു, വേണ്ട ആൻറ്റി, ഞാൻ പോകാതിരിക്കുക, ആൻറ്റി പൈസ തരണ്ട, ഞാൻ പോകാം എന്ന് പറഞ്ഞ്. എനിക്ക് എന്നിട്ടും തടസ്സങ്ങൾ, ലീവ് കിട്ടുന്നില്ല, അങ്ങനെ ഓരോ തടസ്സങ്ങൾ. 31-ാം തീയതി ജനുവരി 31-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിനകത്ത് 6 നിയോഗം ഞാൻ വെച്ച്. ആദ്യം എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന, വീട്ടിലെ കുഞ്ഞു കൊച്ചാണ് അവൾ ഒരു ജോലി അവൾക്കറിയത്തില്ല. അവളുടെ അടുത്ത് ഞങ്ങൾ ആവുന്നത് പറഞ്ഞു അവൾ പോകണ്ടെന്ന്. അവളിവിടെ ബിടെക്കിന് അവൾക്ക് മൂന്നാർ കോളേജിലെ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ അവൾക്ക് എൻജിനീയറിങ്ങിന് അഡ്മിഷൻ വന്നതാ. പൈസ കൊടുക്കാതെ അവൾക്ക് മെറിറ്റ് സീറ്റ് കിട്ടിയതാ. അപ്പോഴും അവൾ എന്നോട് പറഞ്ഞു, മമ്മി ഇത് ഫ്ലോപ്പ് ആവുമെന്നെങ്കിൽ മമ്മി വിഷമിക്കണ്ട, ഞാൻ നല്ല കോളേജിൽ നല്ല സ്കോറോടുകൂടി മാർക്ക് വാങ്ങിക്കാം മമ്മിയെ ഞാൻ വിഷമിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആരും അറിയാതെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മാതാവേ ഈ കുഞ്ഞ് പോകുന്ന വഴി എന്താവോ, എനിക്കൊരു പേടിയായിരുന്നു എനിക്ക്. ഇപ്പം അവൾക്ക് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് അവൾ തകർന്ന്, നമ്മൾ ഇട്ടുകൊടുത്ത പൈസയെല്ലാം തീർന്ന്, അവൾക്ക് വീടിന് വാടക കൊടുക്കാനെല്ലാം കാനഡയിലുള്ള പേരൻസ് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവർക്കറിയാം അവിടുത്തെ ജീവിത രീതി ഭയങ്കര കഷ്ടമാണ്, അവിടുത്തെ ജീവിതം. അങ്ങനെ ആ മോള് ഭക്ഷണത്തിനും വകയില്ല, ഒന്നിനും ഇല്ലാതെ അവൾ വലയുക. അപ്പോഴും അവൾക്കൊരു ജോലി കിട്ടിയിട്ടില്ല. ഇനി അവൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ജോലി ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ വന്നിരുന്ന് അമ്മയെടുത്ത് പറഞ്ഞ് കരഞ്ഞ്, ഞാൻ ഇവിടെ ഈ സമയമൊക്കെ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ എന്ന് അവൾക്കൊരു ജോലി കിട്ടുന്നു, ഞാൻ ഒന്നും നോക്കത്തില്ല, എനിക്ക് ജോലിയൊന്നുമല്ല, ഞാനിവിടെ വരും അമ്മയുടെ മുമ്പിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാവെന്ന്. അവൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ എനിക്ക് മെസ്സേജ് വന്നു. അപ്പം ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്നോട് പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കണേ. അത് ഞാൻ പറഞ്ഞു, മോളെ വോയിസ് അല്ല, റൈറ്റിംഗ് മെസ്സേജാ, മോള് വിഷമിക്കണ്ട, മമ്മി പ്രാർത്ഥിക്കുക. മോള് കൃപാസന അമ്മയുടെ കാശ് രൂപം കയ്യിലുണ്ടോ? ഉണ്ട് മമ്മി. അപ്പോഴും ഞാൻ പറഞ്ഞു, അതെടുത്ത് കൈ മുറുകെ പിടിച്ചേക്കണം, അമർത്തി പിടിച്ചേക്കണം മോളെ എന്ന് പറഞ്ഞ് അവളത് പോക്കറ്റിലിട്ടിരുന്ന്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് 15 ക്വസ്റ്റ്യൻ അവർ ചോദിച്ചു, 15 അവള് തെറ്റിച്ചപ്പോഴും അവൾക്ക് പെട്ടെന്ന് അമ്മ പറഞ്ഞത് ഓർമ്മ വന്ന് അവൾ കാശ് രൂപം കയ്യിലെടുത്ത് അമർത്തി പിടിച്ച് അവർ പെട്ടെന്ന് ഞാൻ ഒരു പേപ്പർ എടുത്ത് കൈ കൊടുത്തിട്ട് റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവരൊരു കാശ് രൂപം എടുത്ത് കൊടുത്തു, ഒരു പേപ്പർ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ അടുത്ത മണ്ടയിൽ വരാൻ പറഞ്ഞ ഈ കഴിഞ്ഞ മണ്ടയിൽ. അങ്ങനെ അവൾ ഇറങ്ങാൻ നേരം എൻ്റെ അടുത്ത് പറഞ്ഞ്, മമ്മി ഞാൻ പോവുക, മമ്മി പ്രാർത്ഥിക്കണേ മമ്മി. ഞാൻ പറഞ്ഞു, മോളെ നീ കാശ് രൂപ എടുത്ത് കൈ വെച്ചേക്കണം. നീ അവർ ഇൻ്റർവ്യൂ ഹാളിൽ എത്തുമ്പോഴും നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നിൻ്റെ കയ്യിൽ ആ കാശ് രൂപം ഉള്ളം കയ്യിൽ കാണണം മോളെ, നീ അത് അമർത്തി പിടിച്ചേക്കണം. നീ അതുപോലെ ഞാൻ അവളുടെ അടുത്ത് എടുത്തു പറഞ്ഞ്, മോളെ നിനക്ക് ഇരുന്ന് ജപമാല പഠിക്കാൻ പറ്റത്തില്ലായിരിക്കാം, സ്വസ്ഥത കിട്ടത്തില്ലായിരിക്കാം, പക്ഷെ മോളൊരു കാര്യം ചെയ്യണം, രാവിലെ മോളെപ്പോഴും ഉറക്കം എണീക്കുന്ന അപ്പം മോളൊരു
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവും ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയമേ, അതിങ്ങനെ മോൾ ഓർക്കുമ്പോഴെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കണം. ജപമാല എടുത്ത് കൈ പിടിക്കാനല്ലേ മൂക്ക് പറ്റാതുള്ളൂ. എന്നിട്ട് അവസാനം മോൾ ഉറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് ആ ജപമാല അമ്മയുടെ പാദത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം. മമ്മി അങ്ങനെ ചെയ്യുന്ന മോളെ, പല പ്രാവശ്യവും മമ്മിക്ക് ജപമാല കയ്യിലെടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്താൽ മതിയെന്ന് പറയും. പക്ഷെ അവൾ വചനം എഴുതി പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഇതിനകത്തോട്ട് കയറിയില്ലല്ലോ. ഞാൻ നേരത്തെ ഒരു അമ്മ പറഞ്ഞപ്പോൾ അത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. ആ കയറാഞ്ഞതിൻ്റെ ആയിരിക്കും അവൾ. പക്ഷെ അവൾ ആ വിശ്വാസത്തോടെ അമ്മയുടെ രൂപം എടുത്ത് അവൾ കയ്യിൽ വെച്ച ഉടനെ തന്നെ അവൾക്ക് ആ ജോലി കിട്ടി. ചൊവ്വാഴ്ച മുതൽ അവൾ ജോലിക്ക് കയറി. അതിൻ്റെ സന്തോഷത്തിൽ അവൾ പറഞ്ഞ, അമ്മ ഒരു ഫോട്ടോ എനിക്ക് എൻ്റെ മൊബൈലിൽ കിടക്കുന്ന ആ കാശ് രൂപം, ആ ഇൻ്റർവ്യൂ ചെയ്യുന്നവരുടെ മുമ്പിൽ അവളുടെ ആ കാശ് രൂപത്തിൻ്റെ ഫോട്ടോ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെടുത്ത് തന്നു. എന്നിട്ടും എനിക്ക് ഇന്നിവിടെ വരാൻ ഒരു പേടി. കാരണം അവൾ എന്ത് പറയുന്നെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ അവളെ വിളിച്ച്, മോളെ അമ്മ കൃപാസനത്തിൽ പോവുക, അമ്മ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് അമ്മ പൊക്കോട്ടെ, മോൾ ജോലിക്ക് കയറിയോ? അന്നേരം അവൾ തിരിച്ച് മെസ്സേജ്, അമ്മ പൊക്കോ അമ്മ, കൃപാസനത്തിൽ അമ്മ സാക്ഷ്യം പറഞ്ഞോ ഞാൻ ജോലിക്ക് കയറിയെന്ന്. ഞാൻ പിന്നെ എനിക്ക് എല്ലായിടത്തും കൂടെ പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഉടമ്പടി 90 ദിവസത്തേക്കാണ് നമുക്ക് തന്നേക്കുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ ഈ നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ ഉടമ്പടിയും കൃപാസനവും നമുക്ക് ഏറ്റവും പ്രചോദനം തരുന്നതാണ്. ഞാനത് വളരെ വൈകിയാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഈ ഉടമ്പടിയിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും. നമ്മൾ ദിവ്യബലിയിൽ ഡെയിലി മാസിന് നമ്മൾ പോകുമ്പോൾ, ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഊമയാണ്, സംസാരിക്കാനും കേൾക്കാനും പറ്റാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കും, ഇയാൾ എന്തിനാ 5 മണിക്ക് പോകുന്നതെന്ന്. ഞാൻ പോകുന്നത് 6 മണിക്കാണ്. കാരണം 6:30ക്കാണ് ഞങ്ങളുടെ ഇടവ പള്ളിയിൽ കുർബാന തുടങ്ങുന്നത്. എൻ്റെ ഹസ്ബൻഡ് എന്നിട്ട് ഞാൻ എൻ്റെ മക്കളോട് പറയും, മോളെ അമ്മയുടെ ഒന്നും പ്രാർത്ഥനയല്ല കേട്ടോ, നിങ്ങൾ ഇത്രയും നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് അത്. അവൾ എത്ര കഷ്ടപ്പാടിലും എന്നെ ഒരു കോള് വിളിച്ചിട്ട്, അമ്മ ഞാൻ പട്ടിണിയാണെന്നോ, എന്നെ ഒരു തരത്തിലും എൻ്റെ മോള് വിഷമിപ്പിച്ചിട്ടില്ല ഈ നിമിഷം വരെ. അന്നേരം ആ അപ്പൻ ആ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പോയിരിക്കുന്നതിൻ്റെ ഫലമാണ് ആ കുഞ്ഞുങ്ങൾ എന്താവുന്നോ എന്തോ. ഇതിനകത്ത് ദാവീദ് 1 ദിനവൃത്താന്തം 17:16 പറയുന്നു, കർത്താവ് ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ. ആ പ്രാർത്ഥന ഞാൻ എൻ്റെ കർത്താവിനോട് പറയുന്നത് പോലെ എനിക്ക് തോന്നിയത്. അതുപോലെ എൻ്റെ മോള് പോകുമ്പോൾ ഞാൻ ബൈബിൾ വായിച്ച് തീരാറായി. ഞാൻ അപ്പം മുതൽ മുട്ടിൽ നിന്നിട്ട് യെശയ്യാ 45 2-ാം അധ്യായം, ഇവിടെ എല്ലാ അമ്മമാരും അത് പറയുന്നത് ഞാൻ കേട്ട്, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഞാൻ ഇതൊക്കെ എൻ്റെ ഒത്തിരി ബുക്കുകളിൽ എഴുതി കൂട്ടി വെച്ചേക്കുക. ഞാൻ ഒരു ദിവസം ഇതേപോലെ, എൻ്റെ മോള് പ്രാർത്ഥിക്കുന്നില്ലേ, അവളുടെ പ്രാർത്ഥന ജീവിതം എനിക്കറിയത്തില്ല എങ്ങനെ. ഞാൻ രാവിലെ 9 മണിക്ക് 8:30 ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. തിരിച്ച് ഞാൻ 2 മണിക്കാണ് എനിക്കൊരു ഇൻ്റർവ്യൂവിൽ കിട്ടുന്നത്. തിരിച്ച് ഞാൻ 4 മണിക്ക് കയറി എനിക്ക് 9 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഒരു ദിവസം വീട്ടിൽ ലീവ് എടുത്ത് നിൽക്കുമ്പോൾ ഞാൻ മുറി അടിച്ച് തുറക്കുമ്പോൾ ഇവളുടെ ഒരു ബുക്ക്, എഴുതാത്ത പോലത്തെ ഒരു ബുക്ക്, ഞാൻ അതെടുത്ത് നോക്കുമ്പം ഞാൻ ആ ബുക്കും നെഞ്ചിൽ വെച്ച് ഞാൻ ഒരുപാട് നേരം പൊട്ടിക്കറിഞ്ഞ് എൻ്റെ മോൾ എഴുതിയ വചനം. അപ്പോൾ അവൾ ഓരോ നിയോഗവും, അവൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ചേച്ച് +2 നല്ല മാർക്കുണ്ടായിരുന്നു. അവളെല്ലാം അത് നേടിയെടുത്തത് ആ വചനം എഴുതിയാണ്. ഞാൻ എന്ന് ബൈബിൾ വായിക്കാൻ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു സമ്പൂർണ്ണ ബൈബിള് പൂർണ്ണമായി വായിക്കാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് സമയമില്ല, അതാണ് എൻ്റെ. പക്ഷേ ഇപ്പം ഞാൻ രണ്ടാമത്തെ ബൈബിളിലോട്ട് ഒരെണ്ണം വായിച്ച് കഴിഞ്ഞ് അടുത്തയിലോട്ട് കയറി പുറപ്പാട് പൂർത്തിയാകുന്നതിന് മുമ്പേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്. അപ്പോൾ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അതുപോലെ എൻ്റെ മോന് കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രായത്തിൻ്റേതായ. അതെല്ലാം അവൻ ഈ മോളുടെ പോലെയല്ല, ഓരോരോ കാര്യങ്ങൾ അപ്പം വിളിച്ചിട്ട് എന്നോട് പറയും, മമ്മി ഇങ്ങനെയാ മമ്മി, അങ്ങനെയാ മമ്മി, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഞാൻ ഇത് നിർത്തി മമ്മി, ഞാനിങ്ങനെ ചെയ്യുന്നു മമ്മി എന്ന് പറയുമ്പോൾ അവൻ കൂടുതൽ ദൈവവിശ്വാസത്തിലോട്ട് വളരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ പരിശുദ്ധ അമ്മ തിരുകുമാരൻ വഴി എനിക്ക് ചെയ്തു തന്ന് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ. അതിന് ഞാൻ ഇവിടെ വന്ന് ഇന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ അവസരം തന്ന എൻ്റെ പൊന്നു മാതാവിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു.